ഗാർഹിക പീഡനത്തിന് കാരണം സ്ത്രീകളാണോ പുരുഷന്മാരാണോ? സ്ത്രീകളിൽ മൂഡ് സ്വിങ്സ് വളരെ കോമൺ ആണ്. മൂഡ് സ്വിങ്സ് ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു പീരിയഡ്സിന് ശേഷമായിരിക്കാം, അല്ലെങ്കിൽ അതിന് മുൻപായിരിക്കാം, അതിൻ്റെ സമയത്തായിരിക്കും. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്ക് തന്നെ. ഗാർഹിക പീഡനത്തിന് കാരണം സ്ത്രീകളാണോ പുരുഷന്മാരാണോ? വളരെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു ടോപ്പിക്കാണ്. അപ്പോൾ അതിന് കുറേ എക്സ്പ്ലനേഷൻസ് നമുക്കിന്ന് ചർച്ചയിലേക്ക് നോക്കാം. ആദ്യമായിട്ട് മിക്ക സ്ത്രീകൾ വീട്ടിലിരിക്കുമ്പോൾ പുരുഷന്മാർ കുറച്ച് കഴിയുമ്പോൾ ഗാർഹികമായി പീഡിപ്പിക്കപ്പെട്ടു, അല്ലെങ്കിൽ പുരുഷന്മാർ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് തെറപ്പിക്ക് വരുന്ന പല കണ്ടീഷൻസും എൻ്റെ അനുഭവത്തിലുണ്ട്. അതിൽ 90% ഫാമിലി വരുമ്പോഴും അവരുടെ ലൈഫിൽ ഏതെങ്കിലും രീതിയിൽ ഫിസിക്കൽ ഒരു അറ്റാക്കോ അല്ലെങ്കിൽ ഫിസിക്കലി അബ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞ് അവർ കംപ്ലയിൻറ്റ്സ് പറയാറുണ്ട്. അതിന് റീസൺ ഉണ്ട്. നമുക്കറിയാം, സ്ത്രീകളിൽ മൂഡ് സ്വിങ്സ് വളരെ കോമൺ ആണ്. പലരും ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുകയും പല തെറാപ്പീസ് എടുക്കുകയും മെഡിസിൻസ് കഴിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ കണ്ടീഷൻസ് വരാറുണ്ട്. അപ്പോൾ ഇവരുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, മൂഡ് സ്വിങ്സ് ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു പീരിയഡ്സിന് ശേഷമായിരിക്കാം, അല്ലെങ്കിൽ അതിന് മുൻപായിരിക്കാം, അതിൻ്റെ സമയത്തായിരിക്കാം. ഈ സമയത്ത് ഭയങ്കരമായ പീരിയോഡിക് ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്ന സ്ത്രീകളിൽ എല്ലി ചെയ്യാൻ തുടങ്ങും. എന്നുവെച്ചാൽ ഭയങ്കരമായി ഡിസ്റ്റർബ് ചെയ്യാൻ തുടങ്ങും. ഭയങ്കരമായി മാനസികമായിട്ട് ഒരു ഹസ്ബൻഡിനെ ടോർച്ചർ ചെയ്യുന്ന വാക്കുകൾ വരെ അവർ പറഞ്ഞെന്ന് വരാം. ഇതൊരു കണ്ടീഷനാണ്. ഇത് കോമൺലി എല്ലാ ഫാമിലിയിലും ഉണ്ടാകുന്നതാണ്. ഇതൊക്കെ കുറേയൊക്കെ മിക്ക ആളുകളും അത് അഡ്ജസ്റ്റബിൾ ആവും, ദേ സർവൈവ്, അതിനെ ബാലൻസ് ചെയ്ത് പോകാറുണ്ട്. പക്ഷേ ഇതിനപ്പുറത്തേക്ക് വേറൊരു കണ്ടീഷനിലേക്ക് വരാറുണ്ട്. അതാണ് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി കണ്ടീഷൻ ഉണ്ടാകാം. ഈ BPD എന്ന് പറയുന്ന കണ്ടീഷനുള്ള മിക്ക സ്ത്രീകളുടെയും അവസ്ഥ തിരിച്ചറിയപ്പെടുന്നില്ല എന്നുള്ളതാണ്. അവർക്കറിയില്ല. ഡെഫിനറ്റ്ലി ദേ നീഡ് എ സപ്പോർട്ട്. അവർക്ക് സപ്പോർട്ട് വേണ്ടത് ഈ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റിയിലുള്ള സ്ത്രീകൾ പെട്ടെന്ന് ചില കാര്യങ്ങളിൽ പെട്ടെന്ന് ദേഷ്യം വരികയും, ദേഷ്യം കഴിഞ്ഞ് കഴിയുമ്പോൾ പെട്ടെന്ന് സങ്കടത്തിലേക്ക് പോവുകയും അവരെ ആരും പരിഗണിച്ചിട്ടില്ല എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് പോവുകയും ചെയ്യാറുണ്ട്. ആ അവസ്ഥയിരിക്കുന്ന ഹസ്ബൻഡ്സ് പൂർണ്ണമായിട്ടും അവർക്ക് വേറെ ഡിപ്പെൻഡ് ചെയ്യാൻ സോഴ്സ് ഇല്ല. അവർ വേറെ ആരോട് സംസാരിക്കാനോ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാനോ ഭാര്യയുമായിട്ട് നിരന്തരമായ പ്രശ്നമുണ്ടെന്ന് പറയാനോ ആരോടും മടി കാണിക്കാത്ത ഹസ്ബൻഡ്സ്മാരുണ്ട്. ഗതി കെട്ടി കഴിയുമ്പോൾ ചിലപ്പോൾ അവർ കൈവയ്ക്കുകയും ശാരീരികമായി ഉപദ്രവിക്കുകയും ചെയ്യുന്ന ഹസ്ബൻഡ്സും പിന്നീട് ഭയങ്കരമായ കുറ്റബോധത്തിലേക്ക് പോവുകയും ചെയ്യും. അവരും ഡിപ്രസീവ് സ്റ്റേജിലേക്കും പോകുന്ന പല ഫാമിലീസും തെറാപ്പി എടുക്കാൻ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ സ്ത്രീകളിലേക്ക് ഉണ്ടാകുന്ന ഈ ഇമോഷണൽ റോളർ കോസ്റ്ററാണ് മിക്ക കേസുകളിലും ഫാമിലിയിൽ ഇഷ്യൂ ഉണ്ടാകുന്നതിൻ്റെ ഒരു കോസ് എന്ന് പറയാം. ഇതൊരു സൈഡിൽ നിൽക്കുമ്പോൾ മറു സൈഡിൽ ആസ് എ മെൻ ഒരു പുരുഷൻ എന്ന രീതിയിൽ അവർ സ്വാഭാവികമായിട്ടും പല കാര്യങ്ങളിലും ഫെയിലായി പോയിട്ടുണ്ടാകാം. കാരണം ചില കാര്യങ്ങൾ കെയർ കൊടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല, ഭാര്യയ്ക്ക് സപ്പോർട്ടീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവില്ല, ലൈഫിലെ പ്രശ്നങ്ങളും തിരക്കുകളൊക്കെ ആയിരിക്കാം. പക്ഷേ എങ്കിലും ഇവരുടെ ഇമോഷണൽ സ്റ്റേജും ഇവരുടെ തിരക്കും രണ്ടും കൂടെ ക്ലബ്ബായി വരുമ്പോൾ ഡെഫിനറ്റ്ലി അവിടെ ഒരു ഇഷ്യൂ ഉണ്ടാകാറുണ്ട്. ഒരു ഗാർഹിക പീഡനത്തിൻ്റെ അവസ്ഥയിലേക്ക് തന്നെ പോകാറുണ്ട്. പല കേസുകളും ഡിവോഴ്സ്ഡ് അല്ലെങ്കിൽ തന്നെയാണെങ്കിലും അവർ സെപ്പറേറ്റഡ് ആയിട്ട് ജീവിക്കുന്ന പല ഫാമിലികളും നമ്മുടെ മുമ്പിലുണ്ട്, നമുക്കറിയാം. അത് പബ്ലിക്കിനെ ഭയന്നോ അല്ലെങ്കിൽ ഒരു സ്റ്റിഗ്മയെ പറഞ്ഞോ അവർ പുറത്ത് കാണിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡിലേക്ക് നമുക്ക് നോക്കുവാണെങ്കിൽ സ്ത്രീകളുടെ കണ്ടീഷൻ നമ്മൾ കണ്ടു. ഇതേ സമയം പുരുഷന്മാരുടെ സൈഡിൽ നിന്നുള്ള ഒരു കണ്ടീഷൻ കൂടെ നോക്കാം. പുരുഷന്മാർക്ക് മൂഡ് സ്വിങ്സ് ഉണ്ടാകാറുണ്ട് എന്നുള്ളതാണ് സത്യം. പുരുഷന്മാർ ചില സമയത്ത് അവരുടെ ഫിനാൻഷ്യൽ ക്രൈസിസോ അല്ലെങ്കിൽ അവരുടെ ജോലിയിലെ പ്രഷറോ സുഹൃത്തുക്കൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിലുള്ള പോരായ്മകളോ ഒക്കെ അവരെ മൂഡ് സ്വിങ്സിലേക്ക് കൊണ്ടുപോകാറുണ്ട്. ഇവരുടെ മൂഡ് സ്വിങ്സും ഇതേ കണ്ടീഷനിലേക്ക് തന്നെ അഫക്റ്റ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ് റിയാലിറ്റി. അതിനെ നമ്മൾ കൺസിഡർ ചെയ്യുകയും വേണം. അപ്പോൾ മൂഡ് സ്വിങ്സ് ഉള്ള പുരുഷന്മാരുടെ അവസ്ഥ എന്ന് പറയുമ്പോൾ അവർ പെട്ടെന്ന് ഇറിറ്റബിൾ ആകും. അവർക്ക് ഇതേപോലെ തന്നെ കണ്ടീഷൻസ് സങ്കടം ഉണ്ടാകാം. BPD എന്ന് പറയുന്ന കണ്ടീഷൻസ് അവർക്കും ഉണ്ടാകാൻ പോസിബിലിറ്റീസ് ഉണ്ട്. ഇതൊക്കെ ഇതിനൊരു കോസേറ്റീവ് ഫാക്ടറാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഗാർഹിക പീഡനം എന്ന് പറയുമ്പോൾ അതിൻ്റെ റൂട്ട് കോസ് എന്താണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് അതിനെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുകയും ചെയ്യും. അപ്പോൾ സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ഒറ്റ കാര്യം ഓർത്താൽ മതി. നിങ്ങൾ റിയാക്ട് ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യമായിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങളുടെ ആങ്കറിനെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഫാമിലി ലൈഫിൽ ദേഷ്യത്തിനെ മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഈസി ആയിട്ട് നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റും. പൊതുവേ ഒരു ഫിസിയോളജിക്കൽ ചേഞ്ച് പറയുക, നമുക്ക് എപ്പോഴൊക്കെ ദേഷ്യം വരുന്നോ ആ സമയം പതുക്കെ മുകളിലേക്ക് നോക്കുക. ഒരു കോമൺ ഫിലോസഫി പറയുന്നത് മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ദേഷ്യപ്പെടാൻ പറ്റില്ല എന്നാണ്. അപ്പോൾ വെൻ യു ലുക്ക് അപ്പ്, വേറൊരു പ്രിൻസിപ്പിളൂടെ ഉണ്ട്. കൗണ്ട് ഡൗൺ 5 to 0, 5 തൊട്ട് 0 വരെ ജസ്റ്റ് കൗണ്ട് ഡൗൺ ചെയ്ത് കഴിയുമ്പോഴേക്കും നിങ്ങളുടെ ഇമോഷണൽ റെസിലിയൻസ് കൺട്രോളിലേക്ക് വരും. അതായത് നിങ്ങൾക്ക് ആ ദേഷ്യത്തിൻ്റെ ആ റെസ്പോൺസ്, ക്വിക്കായിട്ടുള്ള റെസ്പോൺസ് ബാലൻസ്ഡ് ആവും. അപ്പോൾ ദേഷ്യം എക്സ്പ്രസ് ചെയ്യുകയും ചെയ്യും, അതൊരു നോർമൽ ലെവലിലേക്ക് പോകും. എക്സ്ട്രീം കണ്ടീഷനിലേക്ക് പോകാത്ത രീതിയിൽ അതിനെ മാനേജ് ചെയ്യുകയും ചെയ്യാം.
ഭാര്യയുടെ സൈഡിൽ നിന്നാണെങ്കിലും ഹസ്ബൻഡിൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും ഇതേ സെയിം പ്രിൻസിപ്പിൾ സെയിം ടെക്നിക്ക് അപ്ലൈ ചെയ്താൽ മാത്രമേ ഇത് വർക്കാവുള്ളൂ. രണ്ടുപേരും സപ്പോർട്ടീവായിട്ട് ചെയ്താൽ നിങ്ങൾ ഗാർഹിക പീഡനം അല്ലെങ്കിൽ ഫാമിലിയൽ ഇഷ്യൂ എന്ന് പറയുന്നത് ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് അതിന് ഏറ്റവും നല്ലൊരു മെത്തഡ് ടു പ്രാക്ടീസ് അറ്റ് യുവർ ഹോം. So this is Gino James signing off. Thank you and see you on the other episode.